Hi, this is Gauri, a 24-year-old who loves documenting little things in her life. എല്ലാരെയും പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിലെങ്കിലും പോകണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എല്ലാരും ഇങ്ങനെ ഓരോ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാനും ആഗ്രഹിക്കാറുണ്ടായിരുന്നു എനിക്കും ഇതേപോലെ ഒരെണ്ണം പോകണം എന്നൊക്കെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് കേട്ടിട്ടില്ലേ? അതേപോലായിരുന്നു ഇതും. അങ്ങനെ ആ പറഞ്ഞ സമയമാവാൻ എനിക്ക് 24 വയസ്സാവേണ്ടി വന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, today, August 19th, 2025, I am traveling for my first international trip to Malaysia. ഇതെന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ മലേഷ്യയിലെത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് നേരെ പോയത് പുത്രാജിയ മോസ്കിലേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണമൊന്നും എനിക്ക് തീരെ ഇല്ലായിരുന്നു. ക്ഷീണം ഇല്ലാഞ്ഞതാണോ അതോ ഈ എക്സൈറ്റ്മെന്റ് കാരണം മറന്നുപോയതാണോ എന്നറിയില്ല. ഒരിക്കൽ ആഗ്രഹങ്ങൾ മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ ഒതുങ്ങിയിരുന്ന കാര്യങ്ങള് പിന്നീട് നടക്കുമ്പം നമുക്കുണ്ടാവുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. പുത്രാജിയ മോസ്കിനെ പിങ്ക് മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. മലയൻ ലാംഗ്വേജില് പുത്ര മീൻസ് സൺ എന്നും ജയ മീൻസ് സക്സസ് എന്നുമാണ്. നമ്മളൊരു വല്ലാത്ത സമയത്തായിരുന്നു എത്തിയത്. ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. വെൻ വിസിറ്റിംഗ് ദിസ് മോസ്ക്, വുമൻ ഷുഡ് വെയർ മോഡസ്റ്റ് ക്ലോത്തിങ് ദാറ്റ് കവേഴ്സ് ദെയർ ഹെഡ്, ഷോൾഡർ ആൻഡ് നീ. നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു അബായം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കുറച്ച് സമയം ഈ മോസ്കിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. പുത്രാജിയ മോസ്കിന് തൊട്ടടുത്താണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പിന്നെ അവിടെയുള്ള കാഴ്ചകളും കണ്ട് കുറച്ചു നേരം നടന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള സമയമായി. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതൊരു ടൂർ പാക്കേജ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഈ ഒരു ഗ്രൂപ്പ് ടൂറിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാം, അവരോട് സംസാരിക്കാം. അങ്ങനെ ഒരു ഗുണം ഈ ഒരു പാക്കേജിനുണ്ട്. ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ അങ്ങനെ എല്ലാം ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തെത്തി. എന്തൊക്കെയോ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അധികം നേരം ആവാത്തതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എങ്ങും ഒന്നും ഇരുന്നിട്ട് പോലും ഇല്ല. ഫ്ലൈറ്റിൽ നിന്ന് നേരെ ഇറങ്ങി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പുത്രാജിയ മോസ്കിൽ പോയി, പിന്നെ അവിടെയൊക്കെ കുറെ നേരം കറങ്ങി. അതെല്ലാം കഴിഞ്ഞ് ലഞ്ച് കഴിച്ചു. ഇനിയിപ്പം ക്ഷീണായി. അങ്ങനെ നമുക്കിനി റൂം ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കുഞ്ഞി റൂം. ഒരു റൂമിൽ 2 പേര് വെച്ചിട്ടാണ് കേട്ടോ. എന്റെ കൂടെ റൂം ഷെയർ ചെയ്തത് എന്റെ കസിനാണ് കേട്ടോ. ഞങ്ങള് 2 പേരും കൂടെ അങ്ങനെ അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം ആള് പുറത്താണ്. അപ്പം ആളിങ്ങനെ വെക്കേഷന് വരുമ്പോഴുള്ള കാണലേ ഉള്ളൂ. റൂമിൽ നിന്ന് നേരെ പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുപോലെ തന്നെ കുറെ ബിൽഡിംഗ് ഒക്കെ കാണാം. റൂം ചെക്ക് ഇൻ ചെയ്ത സ്ഥിതിക്ക് ഞാനൊന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വരാം. നമുക്കിനി അടുത്ത പരിപാടി ഉള്ളതല്ലേ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേനും വൈകുന്നേരമായി. സത്യം പറഞ്ഞാൽ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കട്ടിലെ മടി പിടിച്ചു കിടന്ന എന്നെ എങ്ങനെയോ കുത്തിപ്പൊക്കി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ ഒരു ട്വിൻ ടവർ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. മലേഷ്യ വരുന്ന എല്ലാവരും ഈ ഒരു സ്ഥലം എന്തായാലും വിസിറ്റ് ചെയ്യും. കുറെ ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് നേരിട്ട് കണ്ട സന്തോഷത്തിലായിരുന്നു ഞാൻ. എന്തൊരു ഭംഗിയാന്നോ ഈ ബിൽഡിംഗ് കാണാൻ. രാത്രിയാവുമ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു വല്ലാത്ത ഭംഗി തന്നെ കേട്ടോ. അപ്പൊ കുറച്ച് ഫോട്ടോ എടുക്കാണ്ട് പോകാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു എന്നല്ല, എടുപ്പിച്ചു എന്ന് വേണം പറയാൻ. ആ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാട്ടോ.
ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് അപ്പപ്പോ ഒന്നും കിട്ടാറില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ച് നടക്കാണ്ട് വരുമ്പോൾ നല്ല സങ്കടവും വരാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ കൈവിടരുത്. നിങ്ങൾ അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കണം. പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, when you really want something, the whole universe conspires in helping you to achieve it.